സൂപ്പർ മോനെ സൂപ്പർ കലക്കി നന്നായിട്ട് പാടി വളരെ നന്നായിട്ട് പാടി ട്ടാ. അണ്ണാ തകർത്തു. അണ്ണാ ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാണ്. ഞാൻ വരണോ അങ്ങോട്ട്? പോ ശ്രീകുട്ടൻ ചേട്ടാ അങ്ങോട്ട് ചെല്ലു. വരട്ടെ, പ്രയാസമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, എനിക്ക് ഭയങ്കര സന്തോഷം. ഓഹോ അണ്ണാ ഓ ഞങ്ങൾ എല്ലാരും അവിടെ ഇരുന്ന് പറയായിരുന്നു ഒരു രക്ഷയില്ല. അതെ 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 അത് പറഞ്ഞു ബ്ലോട്ടിംഗ് പേപ്പർ അല്ലേ അങ്ങനെ തന്നെ. ഒപ്പിയെടുത്ത് അതെ 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 ശ്രീകുട്ടൻ ചേട്ടന്റെ ആ പാടിയത് അങ്ങനെ തന്നെ ഒരു കൊച്ചിന്റെ ശബ്ദത്തിൽ കേട്ടു. അത്ര അത്ര ഒപ്പിയെടുത്ത് ആരോ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കണ്ണൂർ ഞാൻ തന്നെ ആയിരിക്കും. ചിലപ്പോ ഞാൻ സാറ് ഗൂസ് ബോംസ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് കിരീടം എന്ന് പറഞ്ഞൊരു സംഭവം സൂപ്പർ. അതെ 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 അപ്പത്തേക്ക് ഇങ്ങനെ രോമ എണീറ്റ് വന്നപ്പോ സാർ ഇങ്ങനെ കഥനം പോയി. ഇവൻ അത് ശ്രദ്ധിച്ചു. അത് ഞാന് ഗ്രൂമേഴ്സ് പറഞ്ഞതായിരുന്നു അങ്ങനെ പാടാൻ. അപ്പൊ ഞാൻ പാടുമ്പോ അതിന്റെ ടെൻഷനില് അടുത്ത വരി മറന്നുപോയതാ. ഓ അത് അതൊന്ന് പാടി ശരി. കേക്കട്ടെ അവിടെ. ആരെയോ തേടി പിടഞ്ഞു കാറ്റുമൊരു പാടു നാളാലഞ്ഞു പൂന്തന്നലിൽ പൊന്നോളമാ ഒരു പാൽക്കിരീടം മറഞ്ഞു കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെ ഒരുങ്ങുന്ന മൗനം എന്നോ ഉള്ളോർക്കുടം പോലെ വിങ്ങി കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാം കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു സെയിം. എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. നിങ്ങൾ ഇങ്ങനെ പാടിയപ്പോഴും അത് ഒരുപോലെ തന്നെയാണ്. വെരി ഗുഡ് സൂപ്പർ സൂപ്പർ സൂപ്പർ. ഗാനമേള കണ്ടത് എവിടെ ഇവിടെ യൂട്യൂബിൽ. ആണോ? യൂട്യൂബിൽ കണ്ടിരുന്നു. ഈ പാട്ട് പാടിയത് കേട്ടോ? അത് ഞാന് സ്റ്റേജിൽ പാടുമ്പോഴത്തേക്ക് ആ ഋതമൊന്നും ഇല്ലാതെ അൺപ്ലഗ്ഡ് ആയിട്ട്. അത് വെറുതെ ഒരു ജോൺസൺ മാസ്റ്റർ പറഞ്ഞു തന്ന ഒരു രീതി. ആഹാ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ആഹാ ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ ആഹാ പൂത്തുമ്പി എന്തേ മയങ്ങി എന്തേ പുള്ളോർക്കുടം പോലെ തേങ്ങി. ആഹാ ആഹാ ആ വെരി ഗുഡ് സൂപ്പർ. ഫീൽ അതെ അതെ. അല്ല ഈ പാട്ട് വല്ലാത്തൊരു ഇങ്ങനെ പാടുന്നത് എനക്കും ഇഷ്ടം. ഇങ്ങനെ പറഞ്ഞാണ് ഇഷ്ടം. എന്തായാലും മോനെ അസാധ്യമായിട്ട് പാടി. വാക്കുകളൊന്നും അതെ, അതെ. മോനെ അത് തെറ്റിപ്പോയത് കണ്ണാണെന്ന് വെച്ചോണ്ടാ മതി. അല്ല വേറൊന്നുമില്ല. അല്ല അതുവരെ എല്ലാം പെർഫെക്റ്റ് ആണല്ലോ. പെർഫെക്റ്റ് ആണ്. അക്ഷരങ്ങൾ മാത്രം ഒന്ന് നോക്കിക്കോളൂ. അതെ അതെ. അപ്പം മോൻ എല്ലാവിധ ആശംസകളും. ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ. നല്ല മിടുക്കനായിട്ട് ഒരു നല്ല ഭാവി മോനുണ്ട് കേട്ടോ. തീർച്ചയായും. എന്റെ പാട്ട് പാടിയോണ്ടല്ല, എന്റെ പാട്ട് വളരെ കൃത്യമായിട്ട് പാടിയോണ്ട്. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. അണ്ണോ ഓ ഇതെന്താ ഞാൻ ഈ കേട്ടത്? ഇനി എന്ത് വേണം? അതെ ഇനി എന്ത് വേണം? ഇത് ആരെവിടെ വന്ന് അനുഗ്രഹമൊക്കെ തന്നത്? അതെ കാരണം അത് ശ്രീകുട്ടനങ്ങൾ പാടിയത് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് പാടി കംപ്ലീറ്റ് ആയിട്ട്. ആ ഇടയ്ക്കൊരു കഥനങ്ങളിൽ വിട്ടുപോയെന്നേ ഉള്ളൂ. അത് നമ്മൾ കണക്കാക്കുന്നില്ല. പക്ഷെ ബാക്കി അതെ അതിപ്പോ പാടിപ്പിച്ചപ്പോ പാടിയല്ലോ. ആ ഫീലും ലൈനിലും ഓരോ അക്ഷരങ്ങളിലും അത് എങ്ങനെ ശ്രീകുട്ടനങ്ങൾ പാടിയോ അതങ്ങനെ തന്നെ കൊണ്ടുവന്നു. ആ ഭാവം എല്ലാം ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ
മറുവാക്കു കേൾക്കാൻ എന്നാ പലരും പാടുക. മറുവാക്കു കേൾക്കാൻ. അതെ, കറക്റ്റ്. അങ്ങനെ പലരും അത് ശ്രദ്ധിക്കാറില്ല. ഇത് മോനെ അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽസ് വരെ അതിൽ കൊണ്ടുവന്ന് കറക്റ്റ് ആയിട്ട് പാടി. ഓക്കെ, വി ആർ സോ ഹാപ്പി. വെരി ഗുഡ്, വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. എന്റെ അമ്മ ഭയങ്കര ടെൻഷനില്ലേ. എന്തിനാ ടെൻഷൻ? ആടുന്ന് തെറ്റിപ്പോന്നുള്ള ഒരു പേടിയാണ്. ആണോ? അപ്പൊ അമ്മ പേടിച്ചോണ്ടായിരിക്കും ചിലപ്പോ കഥനങ്ങളിൽ വിട്ടുപോയത്. സ്ഥലത്ത് മാത്രം അല്ലെ അതെ, കണ്ണു കെട്ടിയ പോലെ. അല്ല, അത് നല്ലതാ. അതെ. അങ്ങനെ വരുന്നത് നല്ലതാണ്. ഈ പാട്ട് നമ്മൾ ആസ്വദിച്ച് പാടിക്കഴിഞ്ഞാൽ ഒരു പാട്ടുകാരനോ പാട്ടുകാരിക്ക് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാ, നമുക്ക് ഇച്ചിരി കരച്ചിൽ വരും, ഒരു സങ്കടം വരും, ഒരു വിമിഷ്ടം. ഒരു സ്ഥലത്ത് ഞാനിത് പാടിട്ട് എനിക്ക് ആരോടും പറയാൻ പറ്റും, ഇത് നിർത്താനും പറ്റുന്നില്ല. നിർത്തി കഴിഞ്ഞാൽ എന്താ പറ്റിയെന്ന് വിചാരിക്കും, നമ്മുടെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയെന്ന് വിചാരിക്കും, കരച്ചിൽ വരുന്നു. അല്ല, അങ്ങനെയൊക്കെ കരച്ചിൽ വന്നാൽ കരഞ്ഞോളാം. അങ്ങനെ അല്ല, അങ്ങനത്തെ ഒരു പാട്ടാ. എവിടെയാന്നറിയോ? ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം. അത് കഴിഞ്ഞിട്ടുള്ള ലൈനില്ലേ? വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. ഈ സ്ഥലം വരുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ഇതാ. അപ്പൊ ഞാൻ ഈ പാട്ട് പാടുമ്പോ തന്നെ സന്തോഷമുള്ള കാര്യം ആലോചിക്കും. കാരണം സങ്കടം ആലോചിച്ചാൽ തീർന്നു. ഇപ്പൊ തന്നെ ഈ മോൻ പാടി കഴിഞ്ഞപ്പോ നമ്മുടെ ഉള്ളിലൊരു ഫീൽ വരും. വിങ്ങലുണ്ടായി. മോനെ ചക്കരെ കലക്കിടാം. അണ്ണാ, ആ പോയത് പോട്ടെ, അതൊരു ദൃഷ്ടിദോഷമായിട്ട് പോട്ടെ. എന്തായാലും മോന്റെ കഴിവ് അല്ലേ? അതെ, എന്തായാലും മോന്റെ കഴിവ് നമ്മൾ കണക്കിലെടുത്ത് വി ആർ ഗിവിംഗ് യു, അല്ലേ? അതെ, തീർച്ചയായിട്ടും 100 out of 100. താങ്ക് യു സാർ.